കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അലയമൺ മീൻകുളത്തെ ബഡ് സ്കൂൾ വിദ്യാർത്ഥിനിയായ സംഗീത പഠനരംഗത്തും കലാരംഗത്തും മിന്നും പ്രതിഭ. പക്ഷേ അടച്ചുറപ്പും സുരക്ഷിതവുമായ ഒരു വീടെന്ന സംഗീതയുടെയും കുടുംബത്തിന്റെയും സ്വപ്നം മാത്രം യാഥാർത്ഥ്യമായില്ല. സംഗീതയുടെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നം ബഡ് സ്കൂൾ അധ്യാപികയാണ് മീൻകുളം സനാതന ലൈബ്രറി ഭാരവാഹികളെ അറിയിച്ചത്. 60-ാം വാർഷികം ആഘോഷിക്കുന്ന ലൈബ്രറി സന്തോഷപൂർവ്വം ഉദ്യമം ഏറ്റെടുത്തു. 84 ദിവസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും വീടിന് സനാതന സംഗീതം എന്ന നാമകരണവും ചെയ്തു. ഒടുവിൽ മീൻകുളം ഗ്രാമത്തെ ആഘോഷമാക്കിയ ചടങ്ങിൽ നാട്ടുകാരെ സാക്ഷി നിർത്തി സനാതന സംഗീതത്തിന്റെ ഗൃഹപ്രവേശന കർമ്മം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. അവിടെ നിൽക്കണേ, ഞങ്ങൾ തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. വരുന്നു ഞങ്ങൾ കലാതേ പ്രിയമാനസരേ ഇതിലേ അക്ഷരമുറ്റത്തണലിരിക്കാം ഓടയിൽ വരുന്നു ഞങ്ങൾ കലാതേ. കേരളത്തിൽ ലൈബ്രറി പ്രസ്ഥാനങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെല്ലാം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വലിയ വളർച്ചയാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് വീടൊക്കെ കെട്ടണമെങ്കിൽ 1 വർഷവും 1.5 വർഷവും 2 വർഷവും ഒക്കെ നീണ്ടുപോകുമ്പോൾ വെറും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അടച്ചുറപ്പുള്ള ഒരു നല്ല മനോഹരമായ വീട് നിർമ്മിച്ചു നൽകുവാൻ മുൻകൈയെടുത്ത സനാതന ലൈബ്രറി ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 60 വർഷം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു ഈ ലൈബ്രറി തുടങ്ങി. ഇന്ന് സ്വന്തമായി സ്ഥലവും നല്ലൊരു ആസ്ഥാനവും കണ്ടെത്തുവാൻ ഈ ലൈബ്രറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയുവാൻ കഴിയും. നമ്മുടെ സാംസ്കാരികപരമായി നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റിയെടുക്കുവാൻ ഇന്ന് ലൈബ്രറികൾക്കൊക്കെ വലിയ സ്വാധീനമാണെന്നുള്ളത്. എവിടെ നമുക്ക് ലൈബ്രറി ഉണ്ടോ അവിടെയൊക്കെ ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തനവും സംസ്കാരമുള്ള നല്ല ജനതയും നമുക്ക് സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. സാധാരണ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 പ്രാവശ്യമോ അവിടുത്തെ പരിപാടി നടത്തി പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴത്തെ ലൈബ്രറികൾ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ആ ലൈബ്രറി പ്രസ്ഥാനങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനവും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി പോകാനുള്ള സംവിധാനങ്ങളും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാത്ത പ്രദേശങ്ങളും ഒക്കെയായി നമ്മുടെ ഇത്തരത്തിലുള്ള ലൈബ്രറികൾ ഇന്ന് മാറുന്നു എന്നുള്ളത് അഭിമാനപുരസ്സരം നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും. ലൈബ്രറി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി കെ രാജു, കവി ഗിരീഷ് പുലിയൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി, വൈസ് പ്രസിഡന്റ് ജി പ്രമോദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി, മിനി ദാനിയൽ, ലൈബ്രറി സെക്രട്ടറി സജീവ് പാങ്ങലങ്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് പി ജെ തോമസ് പള്ളിപ്പുറം, വനിതാവേദി അംഗം റീജ തുടങ്ങി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.